പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്ക് തന്നെയാണ് വ്യാഴത്തിൻ്റെ വരവ്. അതേപോലെ തന്നെ ഈ കണ്ടകശിനിയുടെ കാലഘട്ടമാണ്. കണ്ടകശിനി ആണെങ്കിലും അതൊരു വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് നമുക്ക് ദോഷത്തെ ഒന്നും അധികമായിട്ട് ചെയ്യുന്നില്ല. നമ്മുടെ പഴയ വീടാണെങ്കിൽ അതിനെ പുതുക്കി പണിയാം, അല്ലെങ്കിൽ ഒരു പുതിയ വീട് തന്നെ നമുക്ക് മേടിക്കാം. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും വിദേശത്തേക്ക് പോകാനും അവിടെയും കൊണ്ട് ധനഭാവത്തിൽ ഉണ്ടാക്കാനും, പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ പുരോഗതി ഉണ്ടാവാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അത് മെയ് മാസം 14-ാം തീയതിയാണ് ഇതിനൊരു മാറ്റം വരിക. അപ്പോൾ എന്നാലും അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ 9ാം ഭാവത്തിലാണ് കേതു, 3ലാണ് രാഹു നിൽക്കുന്നത്. രാഹു എന്നുള്ള ഭാവത്തിന് 3ാം ഭാവം ഏറ്റവും നല്ലതാണ്. ശനിയുടെ ക്ഷേത്രമാണ്. മനസ്സിനെ അലട്ടുന്ന പല പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കി തരും. ആ അറിവുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ധനുരാശിയിൽ പെടുന്ന ഈ പൂരാട നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം അവർക്ക് ഏറ്റവും നല്ല പോലെ സമ്പാദ്യശീലം ഉണ്ടാക്കാനും അതിലൂടെ നമുക്ക് വീട് എല്ലാ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലമാണ്. കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു സമയമാണ്.